Good morning. Today we learn about magnetism or magnetic properties of materials. And in this chapter we have to discuss what is meant by magnetism, how it is origined, and the magnetic properties of materials, and how when a magnetic material is when it is placed in an external magnetic field, how it behaves, and the different classification of magnetic materials and their classical theories. Okay. And magnetic materials find applications in several areas of science and technology, and therefore it is extremely important to study the behavior of these materials and the origin of their properties. ഇപ്പം നമുക്കറിയാം, നിങ്ങൾ കൊച്ചു ക്ലാസ്സിലുകൾ തന്നെ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിസം ഇതെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പഠനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എന്താണ് മാഗ്നറ്റിസം? It is defined as a physical phenomenon whereby some materials has the ability to attract or repel each other. And magnetism is caused by the electromagnetic force, which is one of the four fundamental forces of nature. അപ്പം നമുക്കറിയാം, മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഫിനോമിനൻ ആണ്. അപ്പം എന്താണ് മാഗ്നറ്റ്സ്? നമ്മൾ ബേസിക്കലി ഒരു മാഗ്നറ്റ് നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആ മെറ്റീരിയലിന് വേറെ മെറ്റീരിയൽസുമായിട്ട് അട്രാക്റ്റ് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ഉള്ള ഒരു എബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള എബിലിറ്റി കാണിക്കുന്ന ചില മെറ്റീരിയൽസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ആൻഡ് ബേസിക്കലി എർത്തിൽ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ആൻഡ് മാഗ്നറ്റിസം ഈസ് കോസ്ഡ് ബൈ ദി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇതിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനകത്താണ് മാഗ്നറ്റിക് ഫോഴ്സ് ഉൾപ്പെടുന്നത്. അപ്പം നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള മെറ്റീരിയൽസിന് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുക്കുന്നത് നിങ്ങൾ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമുക്കറിയാം, അയൺ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്. എന്തുകൊണ്ടാണ് അയണിന് മാഗ്നറ്റിസം അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നത്? നമുക്കറിയാം, എല്ലാ മെറ്റീരിയലും ഓൾ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് ആറ്റംസ്. ആറ്റംസിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇതെല്ലാം ഇങ്ങനത്തുള്ള ചാർജസ് കൊണ്ടാണ് എന്ത് ഫോം ചെയ്തേക്കുന്നത്? എല്ലാ മാറ്ററും ഫോം ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാം, ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് അതാത് ഓർബിറ്റൽസിൽ റിവോൾവ് ചെയ്യുന്നു. അപ്പം ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും അതുപോലെ തന്നെ ഇലക്ട്രോൺസും ദേ ആർ ഓൾവേസ് ഇൻ കോൺസ്റ്റൻറ്റ് മോഷൻ അല്ലേ? അപ്പം പ്രോട്ടോൺസ് നിങ്ങൾ ന്യൂക്ലിയർ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. പ്രോട്ടോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോൺസും ഒരു പർട്ടിക്കുലർ ഷെല്ലുകളിലാണ്. അപ്പം അതിനും ഇലക്ട്രോൺസിനെ പോലെ തന്നെ ഓർബിറ്റൽ മോഷനും ഒക്കെ സ്പിൻ മോഷനും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇലക്ട്രോൺസിൻ്റെ കാര്യം എടുക്കാം. അപ്പോൾ ഇലക്ട്രോൺസിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദേ ആർ ഓൾവേസ് ഓർബിറ്റിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആസ് വെൽ ആസ് ദേ ഹാവ് സ്പിൻ മോഷൻ. അപ്പം ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റൽ മോഷൻ കൂടാതെ തന്നെ അതിന് എന്തുകൊണ്ട്? സ്പിൻ മോഷനും ഉണ്ട്. ഇനി നമ്മൾ ഡയനാമിക്സിൽ നിങ്ങൾ 4th സെമ്മിൽ ഇലക്ട്രോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ചാർജ് ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും എപ്പോഴും എന്ത് കാണും? ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും. ഒരു ചാർജ് മൂവ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് എ കറണ്ട്. ആൻഡ് ദ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ആക്ട്സ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. നമ്മൾ ആംബിയസ് ലോ ഒക്കെ പഠിച്ചതാണ്. ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ദർ ഇസ് എ കറണ്ട് ആൻഡ് ദ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ആക്ട്സ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ആൻഡ് അസോസിയേറ്റ് വിത്ത് ദാറ്റ് മാഗ്നറ്റിക് ഡൈപോൾ ദർ ഇസ് എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഇപ്പം പഠിച്ചത് ഓർമ്മ കാണും. ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയുള്ളൊരു ഇലക്ട്രിക് ഡൈപോളിൽ അവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ആൻഡ് മൊമെൻ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? 1 ഓഫ് ദി ചാർജ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ചാർജസ്. അതുപോലെ തന്നെ നമുക്കൊരു മാഗ്നറ്റിക് ഡൈപോളിനെയും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ആക്ട്സ് ആസ് എ കറണ്ട്. ഒരു ചാർജിങ് ഇലക്ട്രോൺ ആണ് അല്ലെങ്കിൽ മൂവിങ് ചാർജ് ആണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഉണ്ടെങ്കിൽ ദർ ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ഒരു കറണ്ട് ക്യാരിയിങ്
ചാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഡൈപോളിനെ അസോസിയേറ്റ് ചെയ്ത് ദെയർ ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ്. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാണ്. ദറ്റ് ഈസ് ദ കറണ്ട് ഇൻറ്റു ഏരിയ ഓഫ് ദി ലൂപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രോ ഡയനാമിക്സിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ആംബിയേഴ്സ് ലോയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് മാഗ്നറ്റിസം ഇൻ മെറ്റീരിയൽസ്? മെറ്റീരിയൽസിൽ എങ്ങനെയാണ് മാഗ്നറ്റിസം ഉണ്ടാകുന്നത്? അപ്പോൾ നമുക്കറിയാം എല്ലാ മാറ്ററും ഫോം ചെയ്തേക്കുന്ന ആറ്റംസ് കൊണ്ടാണ്. ആറ്റംസിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു ചാർജാണ്, ശരിയാണല്ലോ. ദീസ് ഇലക്ട്രോൺസ് ആർ ഓൾവേസ് ഇൻ കോൺസ്റ്റൻറ്റ് മോഷൻ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇപ്പം ന്യൂക്ലിയസിന് ചുറ്റും എപ്പോഴും ഈ ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റൽ മോഷനും അതുപോലെ തന്നെ അതിൻ്റേതായ സ്പിൻ മോഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മൂവിങ് ഇലക്ട്രോൺ ഈസ് എ കറണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദെർ ഈസ് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓരോ ഇലക്ട്രോണും ഒരു അറ്റോമിക് മാഗ്നറ്റിക് ഡൈപോളാണ്. അതായത് ഇലക്ട്രോൺ കറങ്ങുന്നതനുസരിച്ച് ദർ ഈസ് എ കറണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ശരിയാണല്ലോ. അപ്പം നമുക്ക് പറയാൻ പറ്റും ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനുള്ളിലെ ഓരോ ആറ്റവും ഒരു മാഗ്നറ്റിക് ഡൈപോളാണ്. ശരിയാണേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോൾ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിസം കൊടുക്കുന്നത് എന്താണ്? ഈ സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ. The orbital and spinning movements are considered to generate an electric current which causes individual electrons to act like tiny magnets. മനസ്സിലായല്ലോ. ആൻഡ് ഈച്ച് ഓഫ് ദീസ് മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ്സ് ദെയർ ഓൺ മാഗ്നറ്റിക് ഡൈപോൾ. അപ്പം ഒരു ഓർബിറ്റൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും കാണും, ഒരു സ്പിൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും കാണും. ആൻഡ് these two dipole moments combine to generate a net atomic magnetic dipole moment. And for an elementary closed current loop with a current in it, if the magnitude of the magnetic dipole moment equals the current into area of the loop. ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമുക്കുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാഗ്നറ്റിസത്തിന് കാരണമാകുന്നത് എന്താണ്? ഇങ്ങനത്തുള്ള ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് കൂടാതെ തന്നെ ന്യൂട്രോൺസിനും പ്രോട്ടോൺസിനും ഉണ്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. പക്ഷേ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇലക്ട്രോണിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായതുകൊണ്ട് നമ്മളിവിടെ അത് നെഗ്ലക്റ്റ് ചെയ്യുവാണ്. അപ്പം ഇങ്ങനത്തുള്ള ചാർജസിൻ്റെ സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷനാണ് മെറ്റീരിയൽസിന് എന്ത് കൊടുക്കുന്നത്? മാഗ്നറ്റിക് എഫക്റ്റ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ. എന്ന് നമ്മൾ പറയുകയാണ് എല്ലാ മെറ്റീരിയൽസും മാഗ്നറ്റിക് ആണോ? അല്ല. ഇപ്പം നമുക്കറിയാം നമ്മൾ നേച്ചറിൽ എടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് മെറ്റീരിയൽസേ ഉള്ളൂ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എല്ലാ മെറ്റീരിയൽസും മാഗ്നറ്റിക് അല്ല. പക്ഷേ എല്ലാ മെറ്റീരിയൽസും ഫോം ചെയ്തേക്കുന്ന ആറ്റംസ് കൊണ്ടാണ്. ആറ്റംസിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോൺസുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ മെറ്റീരിയൽസും മാഗ്നറ്റിക് ആവാത്തത്? അപ്പം നമുക്കറിയാം നമ്മൾ ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ ഓർബിറ്റൽസിൽ അതിനെ അടുക്കിയിരിക്കുന്നത് നമുക്കറിയാം. അപ്പം ഇലക്ട്രോൺസ് എപ്പോഴും പെയർഡായിട്ടാണ് കാണുന്നത്. നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷനും ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. അപ്പം മിക്കവാറും എല്ലാ കേസസിലും എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ എപ്പോഴും പെയർഡായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു പെയറിലുള്ള ഒരു ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് പെയർ ചെയ്യുന്നത്? ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അതിൻ്റെ സ്പിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സ്പിന്നാണ്. നമുക്ക് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അറിയാം. ഒരേ കോണ്ടന്റ് നമ്പേഴ്സ് ഉള്ള രണ്ട് ഇലക്ട്രോൺസ് ഒരിക്കലും ഒരു സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ്? ഒന്ന് ക്ലോക്ക് വൈസിലാണെങ്കിൽ മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ പെയർഡ് ഇലക്ട്രോൺസും എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്പിൻ ഡയറക്ഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസിനെ പെയർ ചെയ്ത് കഴിയുമ്പോൾ ദെയർ സ്പിൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സ്പിൻ എന്തു ചെയ്യും? കോസ് ദെയർ മാഗ്നറ്റിക് ഫീൽഡ് ടു ക്യാൻസൽ ഈച്ച് അതർ. ഇപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പം ഡിഫറൻറ്റ് സ്പിൻ ഓപ്പോസിറ്റ് സ്പിന്നുള്ള ഇലക്ട്രോൺസ് ആണ് പെയറപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. അതുപോലെ തന്നെ അതിൻ്റെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റും ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയലിന് അല്ലെങ്കിൽ ആ ഇലക്ട്രോണിന് എന്ത് കാണത്തില്ല? നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണത്തില്ല. അപ്പം ഏത് മെറ്റീരിയലിലായിരിക്കും കാണുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ്? ഏതൊക്കെ മെറ്റീരിയൽസിലാണോ അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിട്ട് അല്ലെങ്കിൽ പെയർഡ് അല്ലാതെ അൺപെയർഡ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തുള്ള മെറ്റീരിയലിൻ്റെ
ആ ഇലക്ട്രോണിൻ്റെ സ്പിൻ ആൻഡ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആയിരിക്കും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, മാഗ്നറ്റിസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ മെറ്റീരിയൽസിലും എന്ത് കാണാത്തത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണാത്തത്. അപ്പം അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയൽസിലാണ് അതിൻ്റെ കറസ്പോണ്ടിങ് സ്പിൻ ആൻഡ് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇൻ മോസ്റ്റ് ആറ്റം ദി ഇലക്ട്രോൺ ഒക്കേഴ്സ് ഇൻ പെയർസ് ആൻഡ് ഇലക്ട്രോൺസ് ഇൻ എ പെയർ സ്പിൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ വെൻ ഇലക്ട്രോൺസ് ആർ പെയർഡ് ടുഗദർ their opposite spin causes their magnetic fields to cancel each other and therefore there is no net magnetic field exist. And materials with some unpaired electrons will have net magnetic field and will react more to an external magnetic field. അപ്പോൾ അത് ഓർത്തോളുക, എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺ മെറ്റീരിയൽസിലെ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ മൂലമുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആണ്, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് മെറ്റീരിയൽസിന് എന്ത് കൊടുക്കുന്നത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത്. അപ്പം മനസ്സിലായാലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ദ മാഗ്നറ്റൈസേഷൻ ഇൻ മെറ്റീരിയൽസ്. അപ്പം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രിക്കൽ പോളറൈസേഷൻ. അപ്പോൾ അത് ഇതും റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. എന്താണ് ഇലക്ട്രിക്കൽ പോളറൈസേഷൻ? നമ്മളിവിടെ പഠിച്ചത് വെൻ എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഗെറ്റ്സ് ഇലക്ട്രിക്കലി പോളറൈസ്ഡ്. ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ മെറ്റീരിയലിന് ഒരു നെറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയലിനെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഗെറ്റ് പോളറൈസ്ഡ് എന്ന് പറയാൻ പറ്റും. അപ്പം അതേപോലെ തന്നെ ഇനി നമ്മളിവിടെ പറയുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റിസത്തിലേക്ക് വരുവാണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. മറ്റടുത്ത് പോളറൈസ്ഡ് എന്ന് പറഞ്ഞ പോലെ, ഇലക്ട്രിക്കലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് മാഗ്നറ്റിക്കലി പോളറൈസ്ഡ് ഓർ മാഗ്നറ്റൈസ്ഡ്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ, ഇപ്പോൾ സാധാരണ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓരോ ഇലക്ട്രോണിനെയും എനിക്കൊരു അറ്റോമിക് മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിന് അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെയാണ് കാണിച്ചിരിക്കുന്നത്. ദേ ഹാവ് റാൻഡം ഓറിയൻറ്റേഷൻ. അപ്പം ഫീൽഡ് 0 ആവുന്ന കേസിൽ അല്ലെങ്കിൽ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും വെക്കുമല്ല, നോർമലായിട്ടിരിക്കുവാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിന് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ ആയിരിക്കും. ദെയർഫോർ ദ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്തു പോകും. എന്നാൽ ഇത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുമ്പോൾ, ഇപ്പം ഈ ഒരു ഫീൽഡ് ഡയറക്ഷനിൽ ഇപ്പോൾ ഈ ഫീൽഡ് ഡയറക്ഷനിലാണെന്ന് കരുതുക, ഇങ്ങനെ ഒരു ഫീൽഡ് ഡയറക്ഷനിലേക്ക് ഈ മാഗ്നറ്റിക് മെറ്റീരിയലിനെ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, വെൻ എ മാഗ്നറ്റിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഗെറ്റ്സ് എ ടോർക്ക്. ടോർക്ക് ഈസ് ഈക്വൽ ടു ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെ സ്മോൾ എം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എം ക്രോസ് ബി ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ എം ക്രോസ് ബി ആണ് ഇവിടുത്തെ ടോർക്ക്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ +2 പഠിച്ചിട്ടുള്ളതാണ്. ഇത്രയും ഓർക്കുക. അപ്പം ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ് ഉണ്ട്, ദേ ഹാവ് റാൻഡം ഓറിയൻറ്റേഷൻസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഓരോ ഡൈപോളും എന്ത് ചെയ്യും, ഫീൽഡ് ഡയറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം ഫീൽഡിൽ വെക്കുമ്പോൾ അതിനവിടെ ഒരു ടോർക്ക് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സ് അതിനെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്യിക്കുക. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ഇതിനകത്തുള്ള എല്ലാ ഡൈപോൾസും മാഗ്നറ്റിക് ഡൈപോൾസും ഫീൽഡ് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ മെറ്റീരിയൽ നോക്കി ഇതിൻ്റെ മിക്കവാറും എല്ലാ ഡൈപോൾസും ഈ ഡയറക്ഷനിൽ വരികയും ഇതിൻ്റെ ഒരു നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറയും ദാറ്റ് മെറ്റീരിയൽ ഈസ് സെഡ് ടു ബി മാഗ്നറ്റൈസ്ഡ്. മറ്റേടത്ത് പോളറൈസ്ഡ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറയും മാഗ്നറ്റൈസ്ഡ്. ആൻഡ് ഇത് എത്രമാത്രം മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടു എന്ന് അറിയാൻ വി ഇൻട്രൊഡ്യൂസ്ഡ് എ ക്വാണ്ടിറ്റി. മറ്റേടത്ത് പോളറൈസേഷൻ വെക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതിൻ്റെ ഹൗ മച്ച് ഇറ്റ് ഈസ് എത്രമാത്രം അത് മാഗ്നറ്റിക്കലി പോളറൈസ് ചെയ്യപ്പെട്ടു എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ടേം ഈസ് കോൾഡ് ദ മാഗ്നറ്റൈസേഷൻ ക്യാപിറ്റൽ എം. ഇനി അവിടെ നമ്മൾ പോളറൈസേഷൻ വെക്ടർ ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു, ദ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം എന്നാണ്. ഇവിടെയും അതുപോലെ ദ മാഗ്നറ്റൈസേഷൻ ഈസ് ഡിഫൈൻഡ് as ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് പെർ യൂണിറ്റ് വോളിയം. Okay, in ordinary magnetic materials, in the absence of magnetic field, all the atomic magnetic dipoles have random orientation and therefore the net magnetic dipole moment vanishes. But when an external magnetic field is applied, the randomly oriented moments align with H.
ശരിയാണല്ലോ. ആൻഡ് സോ ദ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ബിക്കം നോൺ സീറോ. അതിനൊരു നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടും. ആൻഡ് അലൈൻമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഡൈപോൾസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് പോളറൈസേഷൻ. ആൻഡ് ടു മെഷർ how much the material is magnetically polarized, we introduced a term magnetization. Okay.